നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ പഴം വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി വിഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ വിഭവം നമ്മൾ പഴം വെച്ചിട്ടാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു 5-6 നേന്ത്രപ്പഴം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് ഒട്ടൊന്നും വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് എടുത്തിട്ടുള്ള ഈ ഒരു നെയ്യുണ്ടല്ലോ, ഇത് പഹഡൻസ് ഫാം എന്ന വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ശുദ്ധമായ പശുവിൻ നെയ്യാണ് കേട്ടോ. 100% കോ മിൽക്ക് ഫാറ്റ് ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് നല്ലതാണ് ശുദ്ധമായ നെയ്യ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നല്ല പ്യുവറായിട്ടുള്ള നെയ്യാണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ആ ഒരു ബോട്ടിൽ തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. നല്ലൊരു മണമാണ് ഈ ഒരു നെയ്യിന് വരുന്നത്. ഇനി മൂത്ത് വന്നിട്ടുള്ള കാഷ്യൂനട്ടൊക്കെ കോരി മാറ്റി വെച്ചതിന് ശേഷം ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ പഴം അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടി ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരട്ടിയെടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ കുറേശ്ശെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വരട്ടി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായി വരുന്ന സമയത്ത് നമ്മൾ നെയ്യൊക്കെ തടവിയിട്ടുള്ള ഒരു ടിന്നിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ചൂടാറി വന്നതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബനാന ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.